ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 7ഉം 8ഉം മഹാവാക്യങ്ങൾ ഭഗവാൻ അധർമ്മത്തെ സമൂലം വിനാശം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ ഭൂമിയിൽ അവതരിക്കുമെന്ന മഹത്തായ സന്ദേശം നൽകുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം. എപ്പോൾ ധർമ്മത്തിന് അതിനാശവും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോൾ ഞാൻ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നു. ഞാൻ ഒരു ആത്മാവിനെ സ്വീകരിക്കുന്നു. തത് ആത്മാനാം സൃജാമ്യഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ധർമ്മം ക്ഷയിച്ചു പോവുകയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ തത് ആത്മാനാം സൃജാമ്യഹം, ഞാനൊരു ആത്മാവിനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ ദേഹമെടുത്ത് ജനന മരണ ചക്രങ്ങളിൽ വരാത്തവനാകയാൽ പൂർവനിശ്ചിതമായ ഒരു ആത്മാവിൻ്റെ ശരീരത്തിൽ ഈശ്വരൻ പരകായ പ്രവേശം ചെയ്യുന്നു. ഈശ്വരൻ അമ്മയുടെ ഗർഭത്തിലൂടെ പിറക്കാത്തവനാകയാലാണ് അവതരിക്കുന്നു എന്ന് പറയുന്നത്. ഈശ്വരൻ ജനിച്ചു എന്നല്ല പറയാറ്, ഈശ്വരൻ അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈശ്വരൻ ഏതൊരു ആത്മാവിൻ്റെ ദേഹത്തിലാണോ പ്രവേശിക്കുന്നത് ആ ആത്മാവിനെയാണ് ബ്രഹ്മാവ് അഥവാ പ്രജകളുടെ പിതാവ്, പ്രജാപിതാ ബ്രഹ്മാവ് എന്നെല്ലാം പറയുന്നതും. അതുകൊണ്ടാണ് സൃഷ്ടിക്ക് മുൻപ് ആരാണോ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്, ആരാണോ ബ്രഹ്മാവിന് സർവ്വവേദശാസ്ത്രങ്ങളുടെ സാരത്തെ പ്രകാശിപ്പിച്ചരുളിയത്, ആ ബുദ്ധിപ്രകാശകനായ ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതും. അപ്പം ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആ ഈശ്വരനാണ് ബ്രഹ്മാവിന് അറിവുകൾ പകർന്നു നൽകിയത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ കൈകളിൽ വേദങ്ങൾ കാണിച്ചിരിക്കുന്നതും. ആ വേദങ്ങൾ കൊണ്ടാണ്, അറിവുകൾ കൊണ്ടാണ് ബ്രഹ്മാവിലൂടെ ഈശ്വരൻ പുതിയ സൃഷ്ടി നടത്തുന്നതും. എന്തിനു വേണ്ടിയാണ് ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് സാധുജനങ്ങളെ പരിത്രാണനം ചെയ്യുന്നതിന് അഥവാ സംരക്ഷിക്കുന്നതിനും, വിനാശായ ചതുഷ്കൃതാം ദുഷ്കൃതങ്ങളെ, ദുഷ്കർമ്മങ്ങളെ വിനാശം ചെയ്യുന്നതിനും, ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും, സംഭവാമി യുഗേ യുഗേ, ഞാൻ അങ്ങനെയുള്ള യുഗം തോറും ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നു. അതായത് സാധുജനങ്ങൾ എന്ന് പറയുമ്പോൾ ധർമ്മമാർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആർക്കും യാതൊരു ദോഷവും ഉണ്ടാക്കണമെന്ന് ചിന്തയിൽ പോലും വരാത്ത ഈശ്വരവിശ്വാസികളായ മാനവരെയാണ് സാധുജനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും, വിനാശായ ചതുഷ്കൃതാം ദുഷ്കർമ്മ വാസനകളെ വിനാശം ചെയ്യുന്നതിനും, ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നു. അതായത് കോടാനുകൂടി മനുഷ്യരുടെ മനസ്സിലെ ദുഷ്കർമ്മ വാസനകളാണ് ഭൂമിയെ നരകമാക്കി തീർക്കുന്നത്. അതിന് പരിഹാരമായി മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന കാമക്രോധാദി പഞ്ചവികാരങ്ങളെ വിനാശം ചെയ്ത് ആത്മധർമ്മം പുനഃസ്ഥാപിക്കുവാനാണ് ഭഗവാൻ വരുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായ ദേഹധർമ്മങ്ങളെ അഥവാ ദേഹധർമ്മങ്ങൾ ഈ പറയുന്നവയെല്ലാമാണ്. ഹൈന്ദവ, ക്രൈസ്തവ, പാഴ്സി, സിഖ്, ബൗദ്ധി തുടങ്ങി അനേകം ദേഹധർമ്മങ്ങൾ മനുഷ്യ മനസ്സിൽ നിന്നും വിനാശം ചെയ്ത് ആത്മധർമ്മം മനുഷ്യൻ്റെ മനസ്സിൽ പുനഃസ്ഥാപിക്കുന്നു. ആത്മധർമ്മം അഥവാ ഗുണങ്ങൾ എന്ന് പറയുന്നത് ശാന്തി, സ്നേഹം, പവിത്രത, ആനന്ദം, ക്ഷമ, സഹനശീലത, ദയ, കരുണ, ശക്തി, ജ്ഞാനം ഇത്യാദിയാണ്. ഇതെല്ലാമാണ് ആത്മധർമ്മങ്ങൾ അഥവാ ആത്മീയ ഗുണങ്ങൾ. ഈ ആത്മധർമ്മം മനസ്സിൽ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അധർമ്മം നശിക്കുന്നു. ഈ മഹത്തായ കർത്തവ്യം നിറവേറ്റുവാൻ ഭഗവാൻ അധർമ്മം പെരുകുന്ന, ധർമ്മം ക്ഷയിച്ചു പോകുന്ന ഓരോ യുഗം തോറും വരുന്നു. 4 യുഗങ്ങളിലും ഏറ്റവും കൂടുതൽ അധർമ്മം നിറയുന്നത് കലിയുഗത്തിലാണെന്ന് നമുക്കറിയാം. ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ അധർമ്മം നിറയുന്നത് കലിയുഗത്തിൻ്റെ അവസാനമായിരിക്കുമെന്നും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത വിധം ധർമ്മം ക്ഷയിച്ചു പോവുകയും അധർമ്മം പെരുകുകയും ചെയ്യുന്ന
ധർമ്മത്തിന് ച്യുതി സംഭവിക്കുകയും ചെയ്യുന്ന കലിയുഗത്തിൻ്റെ അവസാന സമയം. അർത്ഥങ്ങളെല്ലാം അനർത്ഥമാവുകയും അനർത്ഥം അർത്ഥമാവുകയും സത്യം അസത്യമാവുകയും അസത്യം സത്യമായും ഗണിക്കപ്പെടുന്ന കലിയുഗത്തിൻ്റെ ഘോരാന്ധകാരത്തിനൊടുവിലാണ് ജ്ഞാനസൂര്യനായ ഈശ്വരൻ പരംധാമിൽ നിന്നും ഈ സൃഷ്ടിയിലേക്ക്, ഈ ഭാരതഭൂമിയിലേക്ക് അവതരിച്ച് മുഴുവൻ ലോകത്തെയും രക്ഷിക്കുന്നതിനുള്ള അറിവ് പകർന്നു നൽകുന്നത്.